ട്രംപിന് ഇതത്ര നല്ല കാലമല്ല എന്ന് വേണം പറയാൻ. എല്ലാ കാലവും എല്ലാവരെയും വരുതി നിർത്താൻ ആർക്കും സാധിക്കില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ട്രംപ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ട്രംപിന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് സർക്കാരിൽ നിന്ന് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ യുഎസിലെ പ്രധാന ചർച്ചാ വിഷയം. ഫെബ്രുവരിയിൽ അധികാരമേറ്റ ട്രംപ് സർക്കാരിൽ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായിരുന്നു മസ്ക്. തന്റെ സമയം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് ട്രംപ് സർക്കാരിൽ നിന്നും പടിയിറങ്ങിയത്. കുറച്ച് നാളുകളായി ട്രംപിന്റെ ഏകാധിപത്യത്തിൽ മനമടുക്കുകയും ഒടുക്കം ഒരു പരിധി വിട്ടപ്പോഴാണ് മസ്ക് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചാണ് സ്ഥാനം രാജിവെച്ചത്. ട്രംപിനോട് നന്ദി പറയുന്നതായും യുഎസിന്റെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ നൽകിയ അവസരത്തിന് നന്ദിയുണ്ട് എന്നും ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. എക്സിലൂടെയാണ് താൻ ഡോജ് നേതൃത്വ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നു എന്ന് മസ്ക് അറിയിച്ചത്. ട്രംപ് ഭരണകൂടത്തിൽ ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എലോൺ മസ്കിന്റെ 130 ദിവസത്തെ മാൻഡേറ്റ് മെയ് 30 അവസാനിക്കാനിരിക്കുകയായിരുന്നു. അതേസമയം മസ്ക് പടിയിറങ്ങി എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായും അസോസിയേറ്റഡ് പ്രസ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യത്തെ വിമർശനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. പ്രസിഡന്റിന്റെ ഒപ്പ് വലിയ എന്നാൽ മനോഹരമായ ചെലവ് ബിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജ് ടീമിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ബില്ല് വലുതാവാം, അല്ലെങ്കിൽ അത് മനോഹരമാകാം, പക്ഷേ അത് രണ്ടുമാകാമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത് എന്നാണ് മസ്ക് പറഞ്ഞത്. ട്രംപിന്റെ 2024 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു മസ്ക്. അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും മസ്ക് ആയിരുന്നു. ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഡോജിന്റെ തലവനായി ഇലോൺ മസ്ക് നിയമിക്കപ്പെടുന്നതും. ഡോജ് വകുപ്പ് അതിവേഗം പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ആഴ്ചയിൽ 80 മണിക്കൂറിലധികം ചെലവ് ചുരുക്കൽ ജോലികൾക്കായി ജോലി ചെയ്യാൻ തയ്യാറുള്ള സൂപ്പർ ഹൈ ഐക്യു ചെറുകിട സർക്കാർ വിപ്ലവകാരികളെ മസ്ക് അന്വേഷിക്കുകയുണ്ടായി. ടെസ്ല മേധാവി മറ്റ് മുതിർന്ന ട്രംപ് ഉദ്യോഗസ്ഥരുമായി കൈകോർത്തപ്പോഴും 10,000-കണക്കിന് ആളുകളെ സർക്കാർ ശമ്പള പട്ടികയിൽ നിന്ന് പിരിച്ചുവിടുകയും നിരവധി വകുപ്പുകൾ വെട്ടിക്കുറയ്ക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തു. എന്നാൽ ഏപ്രിൽ അവസാനത്തോടുകൂടി ഡോജും സർക്കാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ മസ്കിന് അതൃപ്തിയുണ്ടായിരുന്നു. താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തിയിരുന്നു. ഭരണകൂടത്തോടുള്ള അതൃപ്തിക്ക് ഡോജ് ഒരു ടിപ്പിംഗ് പോയി ആയി മാറിയെന്ന് മസ്ക് തുറന്നടിക്കുകയുണ്ടായി. അതിനിടെ ഡോജ് തലവനായി നിയമവിരുദ്ധമായ അധികാരം ഉപയോഗിച്ചതിന് മസ്ക് ഒരു കേസ് നേരിടേണ്ടി വരുമെന്ന് ഒരു US ജില്ലാ ജഡ്ജി അടുത്തിടെ വിധിച്ചിരുന്നു. അമേരിക്കക്കാരുടെ സാമ്പത്തിക വ്യക്തിഗത വിവരങ്ങളുടെ വലിയ ശേഖരം ഉൾക്കൊള്ളുന്ന ഏജൻസി സംവിധാനങ്ങളിലേക്കും രേഖകളിലേക്കുമുള്ള അവരുടെ പ്രവേശനം തടയാൻ ശ്രമിച്ച് മസ്കും ഡോജും നിരവധി കേസുകൾ നേരിടുന്നുമുണ്ട്. അതേസമയം ടെസ്ല ഡീലർഷിപ്പുകളിൽ തിരിച്ചടി നേരിട്ടതും അതിന്റെ ഓഹരി വിലകൾ കുറയുന്നതും ദൗത്യ പരാജയങ്ങൾ മൂലം സ്പേസ് എക്സിന് തിരിച്ചടികൾ നേരിടുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ തന്റെ ബിസിനസ്സുകളിലേക്കും തിരികുകയായിരുന്നു.